എന്റെ പ്രിയമുള്ളവരെ, ആരാണ് മുഅ്മിനീങ്ങളെ മഹാനായ സഅലബ? ആരാണ് പ്രിയമുള്ളവരെ മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ള ഉമ്മ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബായ റസൂലുള്ളാഹിന്റെ സഹാബിയാണ് മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ടതാ മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് അതാ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ ഒരു പ്രഭാഷണം നടത്തി കൊടുത്തു. ഹബീബായ തങ്ങളതാ സഹാബാക്കൾക്ക് ഒരു പ്രഭാഷണം നടത്തിക്കൊടുത്തു. ലോകത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, ലോകം കണ്ടതിൽ വെച്ചും ഏറ്റവും വലിയ മതപ്രഭാഷണമായിരുന്നു അത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമായിരുന്നു അത്. അല്ലാഹുവിന്റെ റസൂല് ഖബറിനെ പറ്റി പറഞ്ഞു, ഹറാമിനെ പറ്റി പറഞ്ഞു, ഹലാലിനെ പറ്റി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ഖബറിനെ പറ്റി പറഞ്ഞു, ചന്ദ്രനെ പറ്റി പറഞ്ഞു, സ്വർഗത്തിനെ പറ്റി പറഞ്ഞു, മഹ്ശറയെ പറ്റി പറഞ്ഞു. എന്നിട്ടതാ റസൂലുള്ളാഹി തങ്ങളെ ഖബറിലേക്ക് കടന്നു. എന്നിട്ട് ഖബറിനെ കുറിച്ച് വിശദമാക്കിയതിനു ശേഷം ഹറാമിനെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ അതാ ഹറാമിനെ പറ്റി പറഞ്ഞു. സഅലബ റളിയല്ലാഹു തആല അൻഹു ഹറാമിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അന്നേ ദിവസം ഒരു തീരുമാനമെടുക്കുകയാണ്. പരദൂഷണം കണ്ടൂടാ, ഏഷണി കേട്ടൂടാ, തെറ്റുകൾ ചെയ്തൂടാ. അങ്ങനെ ഓരോ തീരുമാനങ്ങളും മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു എടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടം എടുത്തു നോക്കിയാല്, ഈ 21-ാം നൂറ്റാണ്ട് എടുത്തു നോക്കിയാല് എല്ലാം ന്യൂജൻ സാങ്കേതിക വിദ്യകൾ ആവുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു കാലഘട്ടം കടന്നു വരും. ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തില് ഹറാമും ഹലാലും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അതാ ഒരിക്കലതാ മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഅലബ, നീ കമ്പോളത്തിലേക്ക് കടന്നു പോയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കമ്പോളത്തിലേക്ക് പറഞ്ഞു വിടുകയാ. ഹബീബായ തങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ കമ്പോളത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോഴാണ് ശൈത്താന്റെ കെണിയിൽ വീഴുന്നത്. സഅലബ റളിയല്ലാഹു തആല അൻഹു അതാ 2 മലയോര പ്രദേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതാ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ അതാ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു മലയോര പ്രദേശത്തേക്ക് ചെല്ലുന്നു. ആ മലയോര പ്രദേശം കഴിഞ്ഞിട്ടാണ് കമ്പോളമെങ്കിൽ ആ മലയോര പ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അതാ ഒരു ഓലമേഞ്ഞ ഒരു കുടിലതാ ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുകയാ. ഒരു സ്ത്രീ അതാ അവിടെ നിന്നും കുളിക്കുന്നത് മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. പക്ഷേ കുളിക്കുന്നത് കണ്ടിട്ടില്ല, കുളിക്കുന്നത് സഅലബ കണ്ടിട്ടില്ല. പക്ഷേ ആ സ്ത്രീയുടെ തലയുടെ പിൻഭാഗത്തുള്ള മുടി കാണുകയാണ് മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു. ആ സ്ത്രീയുടെ തലയുടെ പിൻഭാഗത്തുള്ള മുടി കാണുകയാണ്. അപ്പോഴതാ സഅലബ റളിയല്ലാഹു തആല അൻഹു മുടി കണ്ടതിന്റെ പേരിൽ പൊട്ടിക്കരയുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഞാൻ ഈ ഹറാം കണ്ട കണ്ണുകൊണ്ട് ഞാൻ എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ കാണുമെന്ന്, ഹബീബായ തങ്ങളെ ഞാൻ എങ്ങനെ നോക്കും? എന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ഏകനായ റബ്ബുൽ ഇസ്സത്ത് എനിക്ക് ഈ
തെറ്റ് ചെയ്ത ഈ ഹറാമ് കണ്ടതെങ്ങനെ പുറത്തു തരും? അങ്ങനെ അതാ മഹാനായ സഅലബാ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, എന്നെ മരിപ്പിക്കണേ, എന്നെ മരിപ്പിക്കണേ. ഞാൻ ഈ ഹറാമ് കണ്ണുകൊണ്ട് എൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ നോക്കും? എങ്ങനെ അതാ മഹാനായ സഅലബാ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ മലയുടെ മുകളിലേക്ക് ഓടുകയാ. ആ മലയുടെ മുകളിലേക്ക് ഓടിയിട്ട് ഇങ്ങനെ അതാ ഓടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ മരിപ്പിക്കണേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് എനിക്ക് കടന്നു പോകാൻ പേടിയാണ്, ഹറാമ് കണ്ടതല്ലേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സഅലബാ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നും മഹാനായ സഅലബാ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അതാ സഅലബാ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാതായി. അങ്ങനെ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞു വരികയാണ്. അങ്ങനെ അതാ ഹബീബായ തങ്ങളെ തിരഞ്ഞു വന്നിട്ട് അതാ എല്ലാ സഹാബിമാരോടും ചോദിക്കുന്നു, നിങ്ങൾ സഅലബായെ കണ്ടിട്ടുണ്ടോ സഹാബാ? അപ്പോൾ അതാ സഹാബത്ത് മറുപടി പറയുന്നു, യാ റസൂലല്ലാഹ്, കുറച്ച് നാളായി നബിയെ, കുറച്ച് ദിവസമായി നബിയെ, ഞാൻ സഅലബായെ കണ്ടിട്ട് കുറച്ച് ദിവസമായി നബിയെ. അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല യാ റസൂലല്ലാഹ് എന്നതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ മഹാനായ സഅലബാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഓടുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഅലബാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഓടിയിട്ട് സലാം പറഞ്ഞിട്ട് അതാ ചോദിക്കുന്നു, സഅലബാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് കടന്നു വന്നത്. ഭാര്യയോട് ചോദിക്കുന്നു, സഅലബ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, സഅലബ ഇവിടെ വന്നിട്ട് ദിവസങ്ങളായി നബിയേ, സഅലബ ഇവിടെ വന്നിട്ട് ദിവസങ്ങളായി നബിയേ, എവിടെയാണെന്ന് എനിക്കറിയൂല നബിയേ എന്നതാ സഅലബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അതാ മറുപടി പറയുമ്പോൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വിഷമം വരികയാണ്. താനതാ ഒരു ആവശ്യം പറഞ്ഞിട്ട് സഅലബായെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ പ്രവാചകർ തങ്ങള് അതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിക്കുകയാണ്. എന്നിട്ടതാ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് ഓടുകയാണ്. പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും സഹാബാക്കളും ഒരു വൃദ്ധനും ഇരിക്കുന്നത് കാണുകയാ. അപ്പോൾ അതാ പ്രവാചകൻ ചോദിക്കുന്നു, സഅലബ ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ്, സഅലബ വന്നിട്ട് ദിവസങ്ങളായി നബിയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധർമ്മസങ്കടത്തിലാവുകയാണ്. അങ്ങനെ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ സഅലബയെ തിരക്കാൻ വേണ്ടിയിട്ട്, സഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ തിരക്കാൻ വേണ്ടിയിട്ട് രണ്ട് സഹാബാക്കളുടെ അടുത്തേക്ക് കടന്നു പോയിട്ട് പറയുകയാണ്. ആരാണ് ആ സഹാബാക്കള്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുനും രണ്ടാമത്തെ സഹാബി മഹാനായ സയ്യിദുനാ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്കും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്കും കടന്നു വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാര്യം പറയുകയാണ്. സഅലബയെ കാണാനില്ല. അപ്പോൾ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദൗത്യമതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും മഹാനായ സൽമാൻ അൽ ഫാരിസി തങ്ങളും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അതാ രണ്ടുപേരും തിരഞ്ഞുകൊണ്ട് കുതിരപ്പുറത്തേക്ക് പാഞ്ഞടുക്കുകയാ.
അങ്ങനെ അതാ കുതിരപ്പുറത്ത് സാലബ പോയ വഴികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അതാ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു വൃദ്ധനെ കാണുകയാണ്. ആ ആടിനെ മേയ്ക്കുന്ന വൃദ്ധന്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ വെച്ച് ആരെങ്കിലും അപരിചിതരായിട്ട് കണ്ടിട്ടുണ്ടോ എന്നതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ വൃദ്ധനോട് ചോദിക്കുമ്പോൾ ആ വൃദ്ധൻ പറയുന്നു, ദാ ആ കാണുന്ന ജബല് കണ്ടോ, ആ കാണുന്ന മല കണ്ടോ എന്നൊരു മല ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, എപ്പോഴും അതാ ഒരു മനുഷ്യനതാ എന്നെ മരിപ്പിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏകനായ അല്ലാഹു എങ്ങനെ എനിക്ക് ഈ തെറ്റ് ചെയ്തത് പുറത്തു തരും. ഹബീബായ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഞാൻ അങ്ങനെ കടന്നു പോകും എന്നതാ മഹാനായ സഅലബാ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നെന്ന് ആ വൃദ്ധനതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സൽമാൻ ഫാരിസി തങ്ങളും ഉമർ തങ്ങളും കൂടി ആ മലയോര പ്രദേശത്തേക്ക് കടന്നു ചെന്നിട്ട് ഒരു പാറയുടെ പിന്നിലായിട്ട് അതാ മറഞ്ഞിരിക്കുകയാ. ആ പാറയുടെ പിന്നിലായിട്ട് മറഞ്ഞിരുന്നിട്ട് സാലബ വരുന്ന സമയം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അതാ സാലബ കടന്നു വന്നിട്ട് അതാ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ ഈ ഹറാമ് കണ്ടതിന്റെ പേരിൽ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ നോക്കും? അല്ലാഹു എനിക്ക് തെറ്റ് ചെയ്തത് പുറത്തു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതാ പൊട്ടിക്കരഞ്ഞിട്ടോടുകയാണ്. മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സൽമാൻ അൽ ഫാരിസി തങ്ങളും ഉമർ തങ്ങളും കൂടെയിട്ട് മഹാനായ സൽമാൻ അൽ ഫാരിസി തങ്ങളുടെ കൂടെ അയക്കുകയാണ്. അങ്ങനെ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സദസ്സിലെത്തി. ഹബീബായ തങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴേക്കും മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് അതാ തന്റെ ഇരു കരങ്ങളെടുത്ത് മുഖം മറച്ചിട്ട് ഹബീബായ തങ്ങളോട് കാര്യം വിശദീകരിക്കുകയാണ്. അപ്പോൾ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മുഖം മറച്ച് ഇരു കൈകളും എടുത്ത് താഴ്ത്തിയിട്ടിട്ട് ചോദിക്കുന്നു, സഅലബ, നിനക്കല്ല പുറത്തു തരും സാലബ, നിനക്കല്ലാഹു പുറത്തു തരത്തില്ലേ സാലബ, നീ എന്തിനാണ് വിഷമിക്കുന്നത് സാലബ? അപ്പോൾ അതാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാലബ, നീ വീട്ടിലേക്ക് പോകണം സാലബ, നീ പള്ളിയിലേക്ക് പോകണം സാലബ, അല്ലാഹു നിനക്ക് പുറത്തു തരും സാലബ. അപ്പോൾ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹബീബായ റസൂലുള്ളാഹി തങ്ങള് സാലബയോട് ചോദിക്കുന്നു, നീ എന്തേ ഇത്രയും കാലം ഒളിച്ചിരുന്നതെന്താ? അപ്പോൾ അതാ മഹാനായ സഅലബ പറയുന്ന, ഈ ഹറാമ് കണ്ട ഞാനങ്ങനെ ആ പൂർണിമ ചന്ദ്രനെക്കാട്ടില് ഭംഗിയുള്ള കസ്തൂരിയെക്കാട്ടില് ഗന്ധമുള്ള ഹബീബായ തങ്ങളുടെ അങ്ങയുടെ മുന്നിലേക്ക് അങ്ങയുടെ ആ ശോഭയുള്ള ആ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്ന് എനിക്ക് കഴിയൂല നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കല് സഅലബ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് കാര്യം പറയുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിലെത്തുകയാണ്. കുറച്ച് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അതാ മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിലെത്തിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിലേക്ക് കുഴഞ്ഞു വീഴുകയാ. എന്നിട്ടതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹബീബായ തങ്ങളുടെ മടിത്തട്ടിലേക്ക് അതാ കുഴഞ്ഞു വീഴുന്നു. എന്നിട്ട് അതാ കുഴഞ്ഞു വീഴുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഒരുമിച്ച് പൊട്ടിക്കരയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ഹറാം കണ്ടതിന്റെ പേരില് മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് എങ്ങനെ പുറത്തു തരുമെന്ന് പറഞ്ഞിട്ട് അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുഴഞ്ഞു വീഴുമ്പോ അതാ മഹാനായ സഅലബ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടതാ മരണപ്പെടുകയാണ്. അപ്പോൾ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു, സഅലബാക്ക് നീ പുറത്തു കൊടുക്കണേ എന്നതാ ദുആ ചെയ്യുന്നു. അങ്ങനെ ദാ സഅലബ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെയാണെങ്കിൽ ഇക്കാലഘട്ടത്തില് ഹറാമും ഹലാലും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തില് നാം എങ്ങനെ ജീവിക്കുമെന്ന് നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ പ്രിയമുള്ള ഉമ്മ, എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് ഹറാം കണ്ടതിന്റെ പേരിൽ ഞാൻ എങ്ങനെ നോക്കുമെന്ന് മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് അടുക്കുമ്പോ നാം ഇത്രയൊക്കെ തെറ്റ് ചെയ്യുന്നെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം വെക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ലല്ലോ. ഫുള്ള് ഹറാമിലേക്കാണല്ലോ നാം കടന്നു പോകുന്നത്, മുഴുവനായി ഹറാമിലേക്കാണല്ലോ നാം ലയിച്ചു പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരും കാക്കുമാറാകട്ടെ.